കാറ്റത്തെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹരീഷിനെ നീതുവിനെ കാണിച്ചുകൊണ്ടാണ്. അതായത് നീതു അവിടെ വെച്ചിട്ട് പോയ ലേസ് എടുത്ത് തന്നെ ഹരീഷിനെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് നീതു പറയുന്നുണ്ട് ഗുഡ് ബോയ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ലവ്ലി ആയിട്ടുള്ളൊരു സീൻ കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഒരു അന്നേരം ഹരീഷ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ലവ്ലി സീൻ കഴിഞ്ഞിട്ട് നേരെ പിന്നെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിധിയും സുധീഷും കൂടെ സുഭാഷ് ചേട്ടനെ കാണാൻ വന്നിരിക്കുകയാണ്. നിധിക്ക് ജോലി കിട്ടിയ സന്തോഷത്തിൽ ഭയങ്കര സന്തോഷമായിട്ട് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് സുഭാഷ് ചേട്ടനെ കാണാൻ വന്നിരിക്കുക. എന്നിട്ട് സുഭാഷ് ചേട്ടനെ കണ്ടിട്ട് പറയാണ്, നിധി ഇങ്ങനെ പറയാണ്, സുഭാഷ് ചേട്ടാ എനിക്ക് ജോലി കിട്ടി, അതുകൊണ്ടാണ് ഞാൻ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ആ സന്തോഷമുണ്ട് മോളെ, നമുക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള എല്ലാ വർക്കേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലഡു കൊണ്ടുവന്ന സ്വീറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് ഏട്ടൻ നിധിക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, ഈ ലഡു കുറച്ച് വായി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു നല്ല രസമാണത് കാണാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ സുധീഷിനും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഉടനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്, അല്ല സുഭാഷ് ഏട്ടാ, ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കില്ലേ, അതാകുമ്പോൾ കുറച്ച് സ്പേസും കിട്ടും, വീട് വലുതായിട്ടും തോന്നും, അത് നല്ല ഐഡിയ ഇല്ലേ സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ പറയും, മോളെപ്പോലെ ഒരു ആർക്കിടെക്റ്റ് തന്നെയാണ് ഇത് ചെയ്യുന്നത്, മോളെപ്പോലുള്ളവർ പറയുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ, നമ്മൾ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യും, അല്ല നമുക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, നിങ്ങളെപ്പോലുള്ളവർ പറയുമ്പോഴാണ്, നിങ്ങളെപ്പോലുള്ളവർ വെക്കുമ്പോഴാണ് ആ വീട് എത്ര ഭംഗിയായിട്ട് വെക്കാം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് ഏട്ടൻ പറയുക, ഇതാ കണ്ടല്ലോ, ജോലിക്ക് കയറിയപ്പോഴേ കണ്ടോടാ എൻ്റെ കൊച്ച് പറയുന്ന കണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു സിമെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഒരു കുസൃതിയോടെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അവിടെ വെക്കടാ ഇങ്ങനെ. അതൊരു നല്ലൊരു, എനിക്കതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ലൊരു ഇതായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു സീനാണ്. അത് ആ ഏട്ടൻ്റെ അനിയൻ്റെ സ്നേഹം അവിടെ കാണാം. അത് കഴിഞ്ഞ് ചാന്ദിനി വരുന്നുണ്ട്. ചാന്ദിനി വന്ന് ഇവരുമായിട്ട് ഫുഡ് കഴിക്കാൻ വരുമ്പോഴത്തേക്കും സുഭാഷ് ഏട്ടൻ പറയാം, എന്നാൽ ഇവിടുന്ന് കഴിക്കാം. അപ്പോഴത്തേക്കും പറയും, അല്ല ഏട്ടൻ ഇന്ന് ഏട്ടന് മാത്രമുള്ള ഫുഡല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ, ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളാം ഏട്ടാ എന്ന് പറയുമ്പോഴത്തേക്കും പറയും, അല്ല നമുക്കിവിടെ കഴിക്കാം. അപ്പോൾ ചാന്ദിനി പറയും, ഞാൻ ഷെയർ ചെയ്യാം, ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഫുഡൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കും. എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു നല്ല സീനാണ്. നികേഷുമായിട്ട് നിധി പുറത്ത് പോയിട്ട് വരികയാണ്. പുറത്ത് പോയി കുറേ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഹരീഷ് ചോദിക്കുന്നുണ്ട്, ആ ഏട്ടത്തി കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പറയും, അല്ല ഇപ്പോൾ ജോലിക്ക് പോകാൻ നേരത്തെ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല ഡ്രസ്സ് വാങ്ങിക്കാൻ പോയതാ. അപ്പോഴത്തേക്ക് നികേഷ് പറയുന്നുണ്ട്, എന്നാലും എൻ്റെ ഏട്ടത്തി ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ നിൽക്കല്ലേ, ആ കടയിലുള്ള എല്ലാ സാധനവും എടുത്തിട്ട് കഴിയുമ്പോൾ ഏട്ടത്തി എല്ലാം എടുത്തിടിപ്പിക്കും, എന്നിട്ട് കളറ് സെറ്റാകുമ്പോൾ ആ തുണി കൊള്ളത്തില്ല, തുണി സെറ്റാകുമ്പോൾ കളർ ഇഷ്ടപ്പെടില്ല, ഇനി ഇത് രണ്ടും സെറ്റായാൽ തന്നെ ഏട്ടത്തിക്ക് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ല. ഞാനൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഏട്ടത്തി, അങ്ങോട്ട് ചെല്ലും, ഒരെണ്ണം കാണും, ഇഷ്ടപ്പെടും, എടുത്തുകൊണ്ട് പോരും, തിരിച്ചങ്ങനെ പോരും, അങ്ങനെ ഞാനൊക്കെ പർച്ചേസ് ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരു പർച്ചേസ് ആയിരുന്നു ഏട്ടത്തി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു, എൻ്റെ ഒരു കസിനുണ്ട്, അവളുടെ കൂടെ പോയാണ് ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയത്, അവളൊരു കടയിൽ കയറിയ ആന കരിമ്പും കാട്ടി കയറിയ പോലെ അതുപോലെ എല്ലാ തുണിയും വലിച്ച് വരി ഇടിയിക്കും എന്നൊക്കെ ഇങ്ങനെ നിധി പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നിധി നികേഷിന് വാങ്ങിച്ച ഡ്രസ്സ് നികേഷ് കാണിച്ചു കൊടുക്കും. അപ്പോഴത്തേക്കും സുഭാഷ് ഏട്ടൻ അതൊന്ന് നോക്കിയിട്ട് ആ കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് സുഭാഷ് ഏട്ടൻ പറയുകയാണ്, 2500 രൂപയുടെ ഡ്രസ്സോ, എൻ്റെ പൊന്നു മോളെ, ഇത്രയും രൂപയുടെ ഒന്നും മേടിക്കണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നിധി പറയുകയാണ്, അത് ബ്രാൻഡഡ് ചേട്ടാ, അതുകൊണ്ട് അത്ര റേറ്റ് വന്നത്. അപ്പോഴത്തേക്കും നികേഷ് പറയുക, അതെങ്ങനെ ഏട്ടത്തി, ഏട്ടൻ ഡ്രസ്സ് മേടിക്കുന്നത് എപ്പോഴാണെന്നോ, 50% ഓഫറുള്ള സമയത്താണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അപ്പം അവൻ്റെ ഡ്രസ്സ് കാണിച്ച് കഴിഞ്ഞിട്ട് സുഭാഷ് ഏട്ടന് നിധി മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ് കൊടുക്കും. അപ്പോൾ അവിടെ ഒരു നല്ല അടിപൊളി സീനുണ്ട് കേട്ടോ. നിധി ആ ഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്കും സുഭാഷ് ഏട്ടൻ തുറന്നു നോക്കിയിട്ട് പറയും, 1200 രൂപയുടെ ഡ്രസ്സോ, എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചത്, ഞാൻ എവിടെ പോകുന്നത്, ഇങ്ങനെ ഈ പണിക്ക് പോകണേ, എനിക്ക് എന്തിനാ പുതിയ ഡ്രസ്സ്. അപ്പോൾ നിധി പറയും, അല്ല പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാമല്ലോ.
എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഏട്ടൻ പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് എനിക്കൊരാളിങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നെ, എനിക്കാരും ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ല, എനിക്കെന്തോ ഇത് ഭയങ്കര ഇതായെന്ന് പറയും. അപ്പോഴത്തേക്കും സുഭാഷ് ഏട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. ഇങ്ങനെ നിധി വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമാവും. എന്നിട്ടിങ്ങനെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പം നിധിയോട് ഇങ്ങനെ പറയും, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ വാങ്ങിച്ചു തരുന്നത്, അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇതൊന്നും വലിയ കാര്യമല്ല സുഭാഷ് ഏട്ടാ, എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നെ ഹരീഷിനൊരു ടീഷർട്ടും വാങ്ങിച്ചു കൊടുക്കും. അപ്പോഴത്തേക്കും ഹരീഷിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ആണ് എന്താ ഹരീഷിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതെല്ലാം ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോഴാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ വരുമ്പോഴത്തേക്കും അച്ഛൻ ചോദിക്കും, ഇതെന്താ ഈ പ്രാവശ്യം ഓണം നേരത്തെ ആണോ, എല്ലാവരുടെയും കയ്യിൽ ഓരോ ജോഡി കോടികളുണ്ടല്ലോ, എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിധി പറയും, അച്ഛൻ എനിക്ക് ജോലി കിട്ടി, അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്താന്ന്. എന്നിട്ട് അച്ഛനും ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കും. അച്ഛന് വാങ്ങിച്ച ഷർട്ട് കൊടുക്കും. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ എനിക്ക് ഷർട്ട് മേടിച്ചോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആഹാ ഈ നല്ല കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവരോട് പറയുകയാണ്, കണ്ടോടാ ഇങ്ങനെ കുടുംബത്തിൽ പറഞ്ഞവർ, നിങ്ങൾക്ക് എനിക്ക് ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ഇതുപോലെ, കണ്ടുപടിയടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഹരീഷ് പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ പറഞ്ഞത് ഈ കുപ്പത്തൊട്ടിയിലല്ലേ, അതുകൊണ്ടാണെന്ന് പറയുക. അപ്പോഴത്തേക്കും അവരെല്ലാം ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയും, മോളെ ഞാനിത് ഇട്ടുകൊണ്ട് വരാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ തമ്മിലുള്ളൊരു ബോണ്ട് ഒരു പ്രത്യേക ബോണ്ടാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു നല്ലൊരു ബോണ്ട്, നല്ലൊരു കെമിസ്ട്രി അവരുടെ ഇടയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. എന്നിട്ട് നിധി സുധീഷിനൊന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞ് സുധീഷിന് കൊടുക്കാതെ പോകും. അപ്പോഴത്തേക്കും സുധീഷ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അല്ല നിധി എനിക്കൊന്നും ഇല്ലേ, എനിക്കൊന്നും വാങ്ങിച്ചില്ലേ എന്ന് 2 വട്ടം ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ മൈൻഡാതെ പോയേ. അപ്പോഴത്തേക്കും ഇങ്ങനെ സുധീഷ് ഇങ്ങനെ പറയുകയാണ് സുഭാഷ് ചേട്ടനോട്, അല്ല സുഭാഷ് ചേട്ടാ എനിക്ക് മാത്രം ഒന്നും വാങ്ങിച്ചില്ലേ, എന്താ ഒന്നും മൈൻഡാതെ പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ നിധി വരും. നിധി വന്നിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെയും സുധീഷ് ചോദിക്കും, എനിക്കൊന്നും വാങ്ങിച്ചില്ലേ നിധി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിധി പറയും, ഇല്ല എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുധീഷ് പിന്നെയും ചോദിക്കും, ഒരു കർച്ചീഫ് പോലും എനിക്ക് വാങ്ങിച്ചില്ലേ, പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ സുധീഷിൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഹരീഷ് ഇരിക്കുന്നുണ്ട്, ഇത് വേണോ, ഞാൻ പറയും വേണ്ട, അവർ തമ്മിൽ നല്ല രസമാട്ടോ. എന്നിട്ട് അങ്ങനെ വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ നിധി നടന്ന് വന്നിട്ട് ഈ ഷർട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും സുധീഷിനെ. എന്നിട്ട് ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ധൃതി പിടിച്ചിങ്ങനെ തുറന്നിങ്ങനെ നോക്കും. തുറന്ന് നോക്കിയിട്ട്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ കളറാണല്ലോ, നിധിക്ക് എങ്ങനെ അറിയാം ഇതെനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട കളറാണെന്ന്. അപ്പോഴത്തേക്കും നിധി പറയും, അല്ല ഇത് നികേഷാണ് എന്നോട് പറഞ്ഞത് ഈ കളറ് വേണം, ഈ കളർ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നികേഷാണ് സെലക്ട് ചെയ്തതെന്ന് പറയും. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും സെലക്ട് ചെയ്തത് ഒരാൾക്കൊഴികെ, ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞ എന്തിനാ മേടിക്കണമെന്നൊക്കെ, അയാൾക്ക് മേടിക്കുന്നത് എന്തിനാണെന്നിങ്ങനെ ഞാൻ പറഞ്ഞാന്ന് പറയും. അപ്പോഴത്തേക്കും നിധി പറയും, അല്ല അങ്ങനെയല്ല, നമ്മൾ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഒരാളെ മാത്രം സങ്കടപ്പെടുത്തുന്നത് നല്ലതല്ല, എല്ലാവരെയും സന്തോഷത്തോടെ ഒരേപോലെ കൊണ്ടുപോകണം, അങ്ങനെ വേണം ചെയ്യാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അവിടെ നമുക്ക് നിധിയുടെ ഒരു നല്ലൊരു ക്വാളിറ്റി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല രീതിയിൽ ഭയങ്കര മെച്ചുവേർഡായിട്ട് അവൾ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അടുത്ത സീനിൽ നിധി റെഡിയായി വരുന്നതിന് മുന്നേ സുഭാഷ് ഏട്ടൻ പായസം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. അപ്പോഴത്തേക്കും സുധീഷ് ചോദിക്കും, നിധി ജോലിക്ക് പോയപ്പോൾ പായസം ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോയപ്പം എനിക്ക് ഒരു ചായക്കകത്ത് ഒരു സ്പൂൺ പഞ്ചസാരയെങ്കിലും കൂടുതലിട്ട് തന്നായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നിധി പോകുന്നത് നിധിയുടെ ഡ്രീംസിലോട്ടുള്ള യാത്രയാണ്, പക്ഷേ നമ്മളെങ്ങനെ പോയി, നമ്മൾ ജീവിക്കാൻ വേണ്ടി ജോലിയെടുത്തവരാ, അതുപോലെയല്ല നിധി എന്നിങ്ങനെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നിധി ഇങ്ങനെ ഇറങ്ങി വരുവേ, നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല രസമായിട്ടാണ് വന്നത്, നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇത് കണ്ടിങ്ങനെ സുധീഷ് ഇങ്ങനെ കണ്ണും തള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് അവളെ അഡ്മയർ ചെയ്തിങ്ങനെ നിൽക്കുവാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നിധിനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്.
അത്രയും സ്നേഹത്തോടെ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ നോക്കിക്കുക. അപ്പോഴത്തേക്ക് നികേഷ് പറയുന്നുണ്ട്, നല്ല രസമുണ്ട് ഏട്ടത്തി, പുതിയ സാരി കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും നിധി താങ്ക് യു പറയുന്നുണ്ട്. അന്നേരം സുധീഷിനോട് ചോദിക്കാൻ, എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും സുധീഷ് പറയും, അല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വീരടി പിടിച്ച് വന്നിട്ട് കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പറയണേ, ഇരിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ചോദിക്കും, അല്ല ഇതെന്താ പതിവില്ലാത്തൊരു സൽക്കാരം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ സുഭാഷ് ഏട്ടൻ എന്താ ഈ പായസം കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നികേഷ് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്, ഏട്ടത്തി ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഉണ്ടാക്കിയതാണ് സുഭാഷ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിധി ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് പറയും, എന്നാൽ സുഭാഷ് ഏട്ടാ മതി എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും സുധീഷ് പറയും, ആദ്യത്തെ ദിവസമല്ലേ ഞാൻ കൊണ്ടാക്കിത്തരാം ഇന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആണെങ്കിൽ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും നികേഷ് പറയും, 1 മിനിറ്റ് ഏട്ടത്തി എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോവും. എന്നിട്ട് അവൻ്റെ ഒരു ഫേവറേറ്റ് പേന ഏട്ടത്തിക്ക് ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഏട്ടത്തിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അതായത് അവർ തമ്മിൽ നല്ലൊരു അനിയൻ ചേച്ചി ബോണ്ടിങ് നമുക്ക് കാണാം. അത് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് പുതിയ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്, നിധി മേടിച്ചു കൊടുത്തത്. എന്നിട്ട് ചോദിക്കും, മോളെ എങ്ങനെയുണ്ട് മോളെ ഈ ഷർട്ട്, മോള് മേടിച്ചു തന്ന പുതിയ കുപ്പായ ഇത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പറയും, ആ കൊള്ളാച്ച നല്ല രസമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. നിധിക്ക് സന്തോഷമാവും അതൊക്കെ ഇട്ടുകൊണ്ട്. എന്നിട്ട് പിന്നെ അച്ഛൻ കുറേ പടക്കം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മാലപ്പടക്കം തന്നെ എടുത്തിട്ട് കത്തിക്കും. അപ്പോഴത്തേക്കും കത്തിച്ചിട്ട് പറയും, നീ ആദ്യമായിട്ട് ജോലിക്ക് പോകണേ എല്ലാവരും അറിയട്ടെ മോളെ എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ആ മാലപ്പടക്കം ഇട്ട് പൊട്ടിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് അച്ഛൻ്റെ അനിയത്തി വരും. പുള്ളിക്കാരി ഇത് കണ്ടിട്ട് വന്നിട്ട്, എന്തുവാ നിങ്ങൾ ഈ കാണിക്കുന്നത്, ബാക്കി ആർക്കും കിടന്ന് ഈ നാട്ടിലൊന്നും ജീവിക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും പറയും, നീ ആരാടി, നീ പോടി, ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് എൻ്റെ മോള് ജോലിക്ക് ആദ്യമായിട്ട് പോകണതുകൊണ്ട് ഞാൻ കത്തിക്കുന്നത്, നീ ഏതാ എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് മാലപ്പടക്കം ഇട്ട് പൊട്ടിക്കും. എന്നിട്ട് പറയും, എൻ്റെ മോള് പോകുന്നത് എന്ത് പണിക്കാണെന്നറിയാമോ, ആർക്കിടെക്റ്റ് ആവാനാണ് പോയത്, നിൻ്റെ മോളെ പോലെയൊന്നുമല്ല, എൻ്റെ മോള് ആർക്കിടെക്റ്റാ എന്നിങ്ങനെ പറയും. ഭയങ്കര സന്തോഷത്തോടെ പറയുന്നത് കേട്ടോ, അത് നല്ല അടിപൊളിയായിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് നികേഷിൻ്റെയിലൊക്കെ പടക്കം കൊടുത്തിട്ട് പറയും, പൊട്ടിക്കടാ, നിങ്ങൾ പൊട്ടിക്കടാ, എല്ലാവരും കാണട്ടെ. അപ്പോൾ കുറച്ച് നാട്ടുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോഴത്തേക്ക് നികേഷ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിലോട്ട് കുറച്ച് പടക്കത്തിൻ്റെ പൊരി വീഴും. അപ്പോഴത്തേക്ക് അച്ഛനിങ്ങനെ വീണെടുത്ത് ഇങ്ങനെ കൈ കുടയുമ്പോഴത്തേക്കും നിധി വന്നിട്ട് ചോദിക്കും, അച്ഛൻ നന്നായിട്ട് പൊള്ളിയോ, ഇനി കാണിക്കും, ഞാൻ മുറിവിൽ മരുന്ന് പുരട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ, ഇല്ല മോളെ കുഴപ്പമൊന്നുമില്ല, മോള് പൊക്കോ, കുഴപ്പമില്ല, ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് താമസിക്കാൻ നിൽക്കണ്ട, അപ്പോൾ പൊക്കോ മോളെ, ഒന്നും കുഴപ്പമില്ല, സാരമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിധിക്ക് ഭയങ്കര സങ്കടമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിധി അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമായി. അപ്പം നിധി ഇങ്ങനെ പറയാം, ഇല്ല മോളെ പൊക്കോ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാം. അപ്പം നല്ലൊരു അച്ഛൻ്റെ ആ സ്നേഹം നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്നിട്ട് അച്ഛനാണെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ ഇവരിങ്ങനെ പോകും. ഇവരപ്പോൾ പോകുമ്പോഴത്തേക്കും ടാറ്റ കൊടുത്ത് നിധി ടാറ്റയൊക്കെ കൊടുത്ത് പോകും. അപ്പോഴത്തേക്കും അപ്പോൾ അച്ഛൻ ചോദിക്കും നികേഷിനോട്, നീ അറിഞ്ഞുകൊണ്ട് ഇട്ടത് തന്നെയാണോ അതോ ഇനി അറിയാതെ വീണതാണ്? അപ്പോൾ ഹരീഷ് പറയും, അവൻ്റെ ഇന്ന് അറിയാതെ തന്നെ വീണതാണ്, അറിയാതെ വീണാന്ന് പറഞ്ഞ് ഹരീഷേട്ടൻ വിളിച്ചുകൊണ്ട് പോകും നികേഷിനെ. അപ്പോഴത്തേക്കും സുഭാഷ് ഏട്ടൻ ചോദിക്കും, അച്ഛൻ എന്നാ പറ്റി, നന്നായിട്ട് മുറിഞ്ഞോ, കാണിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അച്ഛൻ കാണിക്കത്തില്ല. എന്നിട്ട് അച്ഛൻ പോയി വെള്ളത്തിൽ നന്നായിട്ട് കൈ കഴുകുമ്പോഴത്തേക്കും സുഭാഷ് ഏട്ടൻ ചോദിക്കും, മുറിവിൽ ഞാൻ മരുന്ന് പുരട്ടി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, വേണ്ട, അതൊന്നും വേണ്ട, നീ നിൻ്റെ കാര്യം നോക്കിയോടാ, കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നിധിയും സുധീഷും കൂടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കാറിൽ കയറുന്ന സീനാണ്. നല്ലൊരു സീനാണ് കേട്ടോ. അന്നേരത്തേക്ക് നിധി വണ്ടിയിൽ കയറി അവർ പോവുകയാണ് ഓഫീസിലോട്ട്. ആ പോകുന്ന വഴി നിധി ഇങ്ങനെ പറയും, ഈ ക്ഷേത്രത്തിന് ഭയങ്കര ശക്തിയാണെന്നാണ് പറയുന്നതെന്ന് ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും അപ്പോൾ സുധീഷേട്ടനെ ചോദിക്കും, അതെങ്ങനെ നിധിക്ക് ഇവിടെയുള്ള അമ്പലത്തിനെ പറ്റി അറിയാം? പറയും, സുഭാഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും സുധീഷ് ഇങ്ങനെ പറയും, അല്ല അപ്പോൾ ദൈവത്തിൻ്റെ ഇടയിലും ഉണ്ടോ വലിപ്പ ചെറുപ്പമൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നിധി പറയും, നിന്ദിക്കാതിരിക്കണം, അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നിന്ദിക്കാതിരിക്കണമെന്നിങ്ങനെ നിധി പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത സീനിൽ കാണിക്കുക അങ്ങനെ പറഞ്ഞ്
കഴിയുമ്പോഴത്തേക്കും നിധിയോട് ചോദിക്കും, താനെന്താ അച്ഛനെയും അമ്മേനെയൊന്നും വിളിച്ച് പറയാതെ പുതുതായിട്ട് ജോലിക്ക് പോകുമ്പോഴെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും അപ്പോൾ നിധി പറയും, എനിക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ അവർക്കാർക്കും ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. പിന്നെ ഞാനെന്തിനാ അങ്ങനെയുള്ളവരോട് പറയാൻ നിൽക്കുന്നത്, അതിൻ്റെ ഒന്നും കാര്യമില്ല എന്നിങ്ങനെ നിധി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധീഷേന പറയുന്നുണ്ട്, താൻ ജോലിക്ക് പോകാതിരിക്കാൻ തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കത്തിച്ചവരല്ലേ, അപ്പോൾ അവരറിയണ്ടേ താൻ ജോലി മേടിച്ചെന്ന്. അപ്പോഴത്തേക്കും നിധി പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടരുതെന്ന് ആഗ്രഹിച്ചവരുടെ മുന്നിൽ ജയിച്ച് കാണിച്ചിട്ടൊന്നും പോകണമെന്നില്ല. പക്ഷേ നമുക്കത് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം നമ്മുടെ ആ ആഗ്രഹം നടത്തിയെടുക്കാൻ സഹായിച്ചവരെ ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ടായിരിക്കണം എന്നിങ്ങനെ നിധി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ സുധീഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒരു താങ്ക് യു കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു നോട്ടം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോഴത്തേക്കും നിധി പറയും താങ്ക് യു എന്നിങ്ങനെ സുധീഷിനോട് പറയും. എന്നിട്ട് താങ്ക് യു വെരി മച്ച് എന്നിങ്ങനെ പറയും. അപ്പോഴത്തേക്കും സുധീഷ് ചോദിക്കും, അതിന് ഞാനെന്താ ചെയ്തേ, തന്നെ എന്നെ ഇൻ്റർവ്യൂവിന് കൊണ്ടാക്കിയും തിരിച്ച് വിളിച്ചുകൊണ്ട് പോവുകയും അല്ലാതെ ഞാനെന്ത് ചെയ്തു ഇങ്ങനൊരു ചുമ്മാ ഒരു ഷോ ഒക്കെ ഇട്ട് അപ്പോഴത്തേക്കും നിധി പറയും, അങ്ങനെയല്ല, താനാണ് എന്നെ ഓർമ്മിപ്പിച്ചത് ജോലിക്ക് പോകണ്ടെന്നല്ല, വീട്ടിലിരുന്ന സമയത്ത് അല്ല, വീട്ടിൽ വെറുതെ ഇരുന്ന എന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്, അതായത് ഞാൻ കിളിക്കൂട്ടിലോട്ട് വന്നത് ജോലിക്ക് പോകാനാണ്, എൻ്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് സുധീഷാണ്. അതുകൊണ്ട് താങ്ക് യു എന്ന് പിന്നെയും പറയും. അപ്പം അതൊരു നല്ലൊരു സീനാണ്. അപ്പോഴത്തേക്കും സുധീഷ് ഇങ്ങനെ തള്ളും, അല്ലെങ്കിലും എനിക്ക് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര കഴിവാണ്, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളും. അപ്പം ഇങ്ങനെ തള്ളുമ്പോഴത്തേക്കും നിധി സുധീഷിനോട് ഇങ്ങനെ പറയുക, എൻ്റെ പൊന്ന് സുധീഷേ, വണ്ടി ഓടിച്ചാൽ മാത്രം പോരെ, അതിൻ്റെ ഇടയിൽ തള്ള കൂടെ ചെയ്യണം എന്നിങ്ങനെ ചോദിച്ചാൽ ആ ഒരു സ്വീറ്റ് സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് കുറേ നല്ല ബോണ്ടും നല്ല മൂമെൻറ്റ്സൊക്കെ കാണാൻ പറ്റും, അച്ഛനും നിധിയും തമ്മിലുള്ള അങ്ങനെയുള്ള കുറേ നല്ല മൊമെൻറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.